എന്റെ ആത്മാവിന് ശരീരത്തിലേക്ക് ചേരാൻ പറ്റുന്നില്ല തൃശൂൽ. അതിനൊരിക്കലും സാധിക്കാതെ വന്നാൽ അത് ശിവാനിയല്ല, വെറും ശരീരം മാത്രമാണ്. ശിവാനി, എഴുന്നേക്ക് ശിവാനി. എനിക്കെന്തെങ്കിലും സംഭവിച്ച പിന്നെ എന്റെ ശ്വാസം പോലും നിലച്ചു പോകും. എഴുന്നേക്ക് ശിവാനി, സംസാരിക്ക് ശിവാനി. ഞാൻ സംസാരിക്കുന്നുണ്ട്, പക്ഷെ അത് നിനക്ക് കേൾക്കാൻ പറ്റുന്നില്ല. ശിവാനി, ശിവാനി എഴുന്നേക്ക് ശിവാനി. നീയില്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല ശിവാനി. അയ്യോ അച്ഛനെന്തിനാ ഈ വഴിക്ക് വന്നേ? ഈ വഴിയാവുമ്പോ നമുക്ക് പെട്ടെന്ന് ആശുപത്രിയിലെത്താം, അതുകൊണ്ട് ഇതിലേ വന്നത്. ശരി, ഒന്ന് വേഗം പോവാ അച്ഛൻ. ഒരുപാട് സന്തോഷമായി, എനിക്ക് ഒരുപാട് സന്തോഷമായി. അല്ല ഗുരുക്കളെ, അവളുടെ ശരീരം അവര് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണല്ലോ. അവരെവിടേക്ക് കൊണ്ടുപോയാലും അവളുടെ ശരീരം രക്ഷിക്കാനാകില്ല. ഞാൻ വിചാരിക്കുന്നിടത്തേക്ക് ആ വാഹനം വരികയുള്ളൂ. അതെങ്ങനെ സാധ്യമാകും ഗുരുക്കളെ? എല്ലാം സാധ്യമാകും. എനിക്കെന്തും സാധിക്കുന്നതാണ്. ഘോര വീര, ഞങ്ങൾ എന്ത് ചെയ്യണം ഗുരുക്കളെ? എനിക്കാവശ്യമുള്ളൊരു ശരീരവും വഹിച്ചുകൊണ്ട് ഒരു വാഹനം ഈ വഴിക്ക് വരുന്നുണ്ട്. എന്റെ അദൃശ്യ ശക്തി ഉപയോഗിച്ച് ഞാൻ ആ വാഹനത്തെ അവിടെ തടഞ്ഞു നിർത്തുന്നതാണ്. എന്തു സംഭവിച്ചു എന്നറിയാൻ അവർ വാഹനത്തിൽ നിന്നിറങ്ങുമ്പോൾ നിങ്ങൾ ഇരുവരും ചെന്ന് ആ ശരീരം ഇവിടേക്ക് എടുത്തുകൊണ്ടുവരേണ്ടതാണ്. ആയിക്കോട്ടെ ഗുരുക്കളെ. ആരുടെയും കണ്ണിൽപ്പെടാതെ ആ ശരീരം വേഗം ഇവിടേക്ക് എത്തിക്ക്. പുറപ്പെട്. ശിവാനി, എന്നൊന്നും നോക്കിയേ നീ. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് തൃശൂൽ, പക്ഷെ നീ എന്നെ കാണുന്നില്ലെന്ന് മാത്രം. നീ കണ്ണു തുറന്നാലും നോക്ക് ശിവാനി. നിനക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. കണ്ടില്ലേ, നമ്മള് ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ട് ഒരു കാര്യമില്ല. എന്റെ മേലെ എന്തോ ഒരു ക്ഷുദ്രപ്രയോഗം നടന്നിട്ടുണ്ട്. അത് മാറിക്കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നെ നീ ഏതെങ്കിലും അമ്പലത്തിലേക്ക് കൊണ്ടുപോ തൃശൂൽ. ഇവിടെ അടുത്ത് ക്ഷേത്രങ്ങളൊന്നും തന്നെയില്ല. ഇത്തവണ എന്റെ തായി ജ്വാലമാലിനി നിങ്ങളെ വെറുതെ വിടില്ല. ഇല്ല ഇല്ല, നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല ശിവാനി. നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. അച്ഛ, ഒന്ന് വേഗം പോച്ചാ. നീ പേടിക്കാതെ തൃശൂലേ. എന്റെ മഹാദേവ, എന്റെ ദേഹം പോലും എനിക്ക് അന്യമായല്ലോ. എന്തൊരു മഹാപാപമാണ് ഞാൻ ഈ ചെയ്തത്. എന്റെ കർത്തവ്യങ്ങൾ മറന്ന്, എന്റെ ലക്ഷ്യങ്ങൾ മറന്ന് തൃശൂർ എന്റെ സ്നേഹത്തിന്റെ ആഴം അറിയാൻ വേണ്ടി ഞാൻ എന്താണ് ചെയ്ത് കൂട്ടിയത്? ഈ തെറ്റിന് ഇത്ര വലിയൊരു ശിക്ഷ വേണമായിരുന്നോ? അവിടെയുള്ളത് എന്റെ ദേഹം മാത്രമല്ല, എന്റെ വയറ്റിൽ തുടിക്കുന്ന ഒരു ജീവൻ കൂടെയുണ്ട്. നാഗലോകത്തിന്റെ നിധിയുണ്ട്. നാഗലോകത്തിലെ മകുടമാണിക്യമായ നാഗമാണിക്യമുണ്ട്. ദയവ് ചെയ്ത് എന്നെ രക്ഷിക്കണേ ദൈവമേ. എനിക്ക് ജീവൻ തിരികെ തരൂ. നാഗലോകത്തിന്റെ വിശ്വാസം കാത്തു രക്ഷിക്കൂ മഹാദേവ. ജയ് ഭോലെനാഥ. എല്ലാം നീ തന്നെ, എല്ലാം നിന്റേത്, എല്ലാം അങ്ങയുടെ അറിവോടെയാണ് നടന്നതെങ്കിൽ ഉണ്ടായ തെറ്റും നിന്റെ അറിവോടെ തന്നെയല്ലേ മഹേശ്വര? കൃപയുണ്ടാവണം. ക്ഷമിക്കണം രുദ്രദേവ. അവളുടെ ശരീരത്ത് കയറിയ ദുഷ്ദ്രാവകം പുറത്തുവിടൂ വിഷഖണ്ഡ. രക്ഷിച്ചാലും മരണത്തിന് പോലും നമ്മെ തമ്മിൽ പിരിക്കാൻ പറ്റില്ലെന്ന് എത്രയോ തവണ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. എന്നിട്ട് നീ അത് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? ഇല്ല ശിവാനി, എന്നെ വിട്ടു പോകാൻ നിന്നെ ഞാൻ സമ്മതിക്കില്ല. എന്നെ അകന്നു പോകാൻ നിന്നെ ഞാൻ സമ്മതിക്കില്ല ശിവാനി. നോക്ക്, ഞാൻ പറയുന്നത് കേൾക്ക് തൃശൂൽ, ഞാൻ പറയുന്നത് കേൾക്ക് തൃശൂൽ. എന്നെ ഏതെങ്കിലും ഒരു അമ്പലത്തിലേക്ക് കൊണ്ടുപോകൂ തൃശൂൽ. എനിക്കൊന്നും സംഭവിക്കില്ല എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പൊ ഞാൻ തന്നെ നിന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്ക് ശിവാനി, നോക്ക്. നീ ഇനിയെങ്കിലും നിന്റെ കണ്ണു തുറന്നു നോക്ക്. നീ എനിക്ക് വേണ്ടി കരയുന്നത് കാണണമെന്ന് ആഗ്രഹിച്ച് ഞാൻ ചെയ്ത ഈ ഒരു തെറ്റ് എത്ര വലിയ ദുരന്തത്തിലാണ് എത്തിയതെന്ന് നോക്ക് തൃശൂൽ. അച്ഛ, ഇവിടെ അടുത്തൊരു അമ്പലമില്ലേ? ആ അമ്പലത്തിനടുത്തൊന്ന് നിർത്തച്ഛ. ആദ്യം അത് ചെയ്യണം തൃശൂൽ. അവിടെ എത്തിക്കഴിഞ്ഞാൽ
എന്റെ മേൽ പ്രയോഗിച്ചിരിക്കുന്ന ദുഷ്ടശക്തി ദുർബലമായി തീരും. വേഗം അങ്ങോട്ടേക്ക് പോകൂ. അതെ മോനെ, ഇവിടെ അടുത്ത് തന്നെയാണ് കാടുമല അമ്പലം. നമുക്ക് അവിടെ നിർത്താം. അതെ അങ്കിൾ, ദയവ് ചെയ്ത് അങ്ങനെ തന്നെ ചെയ്യണേ. ക്ഷേത്രത്തിലേക്ക് പോവുകയാണല്ലേ? ഞാൻ വിട്ടാലല്ലേ? എന്തു പറ്റി അച്ഛാ? എന്തോ ഒരു രൂപം വന്നു പോയതുപോലെ. ഞാൻ ഇറങ്ങി നോക്കട്ടെ? വേണ്ട അങ്കിൾ, ആദ്യം അമ്പലത്തിലേക്ക് പോകൂ. അത് മന്ത്രവാദമാണ്, അത് വിശ്വസിക്കല്ലേ. അമ്പലത്തിലേക്ക് പോകൂ അങ്കിൾ. ഓം ധൂമവാഹിനി നമഃ. തൃശൂൽ, എന്തു പറ്റി അച്ഛാ? എന്ത് പറ്റിന്നറിയില്ല, മൊത്തം പുകയാ. ഞാൻ വരാം. വേണ്ട തൃശ്ശൂൽ, നീ പോകരുത്. അവിടെ നിന്ന് ഇറങ്ങരുത്. ഇതെന്താ ചെയ്ത്? ഇതെന്താ? ഇതിന് മാത്രം പുക വരാനുള്ള കാരണം എന്താ? അയ്യോ തൃശ്ശൂൽ, തൃശ്ശൂൽ പെട്ടെന്ന് ഇങ്ങോട്ട് വാ. എന്റെ ശരീരം ആരോ കൊണ്ടുപോകാൻ ശ്രമിക്കാണ്. തൃശ്ശൂൽ, പെട്ടെന്ന് ഇങ്ങ് വാ. തൃശ്ശൂൽ, ഒന്നിങ്ങോട്ട് നോക്ക് തൃശ്ശൂൽ. ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് തൃശ്ശൂൽ. അയ്യോ, ഞാൻ എന്താ ചെയ്യാ? തൃശ്ശൂൽ, നീ പോവല്ലേ? അവരിവിടെ ഉണ്ട്. തൃശ്ശൂൽ, തൃശ്ശൂൽ, നീ പോവല്ലേ? നിൽക്ക്. അയ്യോ മഹാദേവ, ഇവരൊക്കെ ആരാണ്? എന്റെ ദേഹം എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത്? അയ്യോ തൃശ്ശൂൽ, തൃശ്ശൂൽ, ഇങ്ങോട്ടേക്ക് നോക്ക് തൃശ്ശൂൽ. അച്ഛാ, അച്ഛാ, ഒന്ന് നോക്കി അച്ഛാ. ഇവിടെ ശിവാനി കാണുന്നില്ല അച്ഛാ. അത് ആ വഴിയാണ് അവർ പോയത്. ഇവൻ ദിഗ്വിജയ് എന്റെ സ്നേഹിതനല്ലേ? ഇവൻ ഇവിടെ എന്താ ചെയ്യുന്നത്? ഇവിടെ എന്താ നടക്കാൻ പോന്നെ? എന്തിനാ എന്റെ ശരീരം ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്? ഇവരൊക്കെ ആരാണ്? ഇതിന് പിന്നിൽ ആരായിരിക്കും? എന്തായിരിക്കും അവരുടെ ഉദ്ദേശം?
അപ്പൊ ഇതിനെല്ലാം കാരണക്കാരൻ ഇവനാണോ? എന്റെ ആത്മാവിന് ശരീരത്തിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ കാരണക്കാരൻ ഇവനാണോ? ഇവൻ എന്തിനാണ് എന്റെ പിറകെ വന്നിരിക്കുന്നത്? ജയ് ജ്വാലമാലിനി! ഓ ജ്വാലമാലിനി തായേ, ഈ ഭക്തന്റെ ആഗ്രഹം സാധിച്ചു തന്നതിൽ ശതകോടി പ്രണാമമർപ്പിക്കുന്നു. നമോ നമഃ തായേ, നമോ നമഃ. ഗുരുക്കളെ, അങ്ങ് പറഞ്ഞ പോലെ ഞങ്ങൾ അവളുടെ ശരീരം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? സംസ്കാരം നടത്തേണ്ടതുണ്ട്. ഈ ശരീരത്തിന്റെ സംസ്കാരം നടത്തേണ്ടതാണ്. ശരീരത്തിൽ നിന്ന് ആത്മാവ് പുറത്തു പോയതിനാൽ ഇനി ഒരു ആത്മാവിന് ഈ ശരീരത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നതല്ല. അന്ത്യസംസ്കാരത്തിനുള്ള തയ്യാറെടുപ്പ് നടത്ത്, വേഗം. അന്ത്യസംസ്കാരം തടസ്സപ്പെടാൻ പാടില്ല. ശരി ഗുരുക്കളെ. മഹാദേവ, എന്താണ് ഇതൊക്കെ? എന്റെ ശരീരം ചുട്ടുകരിച്ചാൽ പിന്നെ എന്റെ ആത്മാവിന് അതിലേക്ക് ചേരാൻ കഴിയില്ല. എന്താ ഞാനിപ്പോ ചെയ്യാ? എന്നെ നീ ഒരുപാട് കളിപ്പിച്ചു നാഗറാണി. ഇച്ഛാധാരി നാഗറാണി, നിനക്കറിയില്ല, വിജയം എന്റേതാണ്. എന്റേതാണ്. തൃശൂൽ, ആ, ഞാനിപ്പോ തൃശൂലിന്റെ അടുത്തേക്ക് പോണം. എത്രയും പെട്ടെന്ന് പോയേ പറ്റൂ. അല്ല അവൾ ഇവിടെ തന്നെയല്ലേ കിടന്നിരുന്നേ? ഒരു അനക്കം പോലും ഉണ്ടായിരുന്നില്ലല്ലോ. പിന്നെ അവളെ എങ്ങനെ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോവാനാ? അത് തന്നെ എനിക്ക് മനസ്സിലാവാത്തത്. അവൾ എങ്ങോട്ട് പോകാനാ സാധ്യത? ശിവാനി, നീ ഇവിടെ എവിടെ ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് അറിയാം ശിവാനി. ശിവാനി, എന്നെ കളിപ്പിച്ചതൊക്കെ മതി, കളിപ്പിച്ചത് മതി. ദയവേത് ഞാൻ പറയുന്ന കേൾക്ക്, എന്റെ മുന്നിലേക്കൊന്ന് വാ. നീ എന്നെ കൊണ്ട് ഇതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല ശിവാനി. ശിവാനി, നീ എവിടെയാ? കൊടും കാടായി പോയി. വല്ലാത്ത പുകമറയും. അവളെ കാണുന്നില്ല. ഇനി ഏതെങ്കിലും കാട്ടുമൃഗങ്ങൾ എടുത്തോണ്ട് പോയതാണ്. ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയാൻ നിൽക്കല്ലേ. അവൾക്ക് അങ്ങനെ ഒന്നും സംഭവിക്കാനുള്ള ഒരു ചാൻസും ഇല്ല. ശിവാനി എന്റെ പ്രാണനാണ് അച്ഛാ. അവളില്ലെങ്കിൽ പിന്നെ ഞാനും ഇല്ല. അവൾ എവിടെയെങ്കിലും ഉണ്ടാവും. അവളും എന്നെ വെറുതെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാ. ശിവാനി, നീ എവിടെയാ ഉള്ളത്? ശിവാനി, നീ എവിടെയാണെങ്കിൽ ഒന്ന് വേഗം വാ ശിവാനി. തൃശൂൽ, നീ പറയുന്നതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പറയുന്നതൊന്നും നിനക്ക് കേൾക്കാൻ പറ്റുന്നില്ല. അവൾ എങ്ങോട്ട് പോയതായിരിക്കും? ഞാൻ ചെയ്തൊരു തെറ്റ് കാരണം എന്തൊരാപത്താണ് വന്നിരിക്കുന്നതെന്ന് നോക്കൂ. എന്റെ ആത്മാവിന് ശരീരത്തിലേക്ക് ചേരാനേ കഴിയുന്നില്ല തൃശൂൽ. എന്റെ ശരീരം അവർ കൊണ്ടുപോയിരിക്കുകയാണ്. ആ കാര്യം എനിക്ക് നിന്നോട് പറയണമെന്നുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് നിനക്ക് കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. ഞാൻ എന്താ ചെയ്യാ? ശിവാനി, എന്നെ ഇങ്ങനെ കളിപ്പിച്ചതൊക്കെ മതി ശിവാനി. ദയവേത് വേഗം തന്നെ എന്റെ കൺമുന്നിലേക്ക് നീ ഒന്ന് വാ. ഞാനിവിടെ ഉണ്ട് തൃശൂൽ. നോക്ക്, ഞാനിവിടെ നിന്റെ അടുത്ത് തന്നെയുണ്ട്. നിന്റെ തൊട്ടടുത്ത് തന്നെയുണ്ട് തൃശൂൽ. എന്റെ ശരീരം അവിടെയാ ഉള്ളത്. അച്ഛാ, അവളെന്നെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാ. അവള് ഇവിടെ അടുത്ത് എവിടെയുണ്ട്? ശിവാനി, മോളെ ശിവാനി. ഗോവിന്ദ, ആശുപത്രി പോയവർ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. എന്തു പറ്റിയോ ആവോ? നീ ഒന്ന് ഫോൺ വിളിച്ചു നോക്ക്. തൃശ്ശൂരിനെ ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. വിളിക്കേ. ദേ ഗോവിന്ദ തൃശ്ശൂരിനെ വിളിക്കാൻ പോണു. എടാ, ശിവാനിക്ക് എങ്ങനെയുണ്ട്? അങ്കിള്, ശിവാനി അവിടേക്ക് അങ്ങനെ വന്നോ അങ്കിള്? ശിവാനി ഇവിടെ വന്നോന്നോ? നീ എന്താടി ചോദിക്കുന്നേ? അല്ലടാ, നീ തന്നെയല്ലേ അവളെ കൊണ്ടുപോയത്. എന്നിട്ട് അവൾ ഇങ്ങോട്ട് വന്നോന്ന് ചോദിച്ചാ നിനക്ക് എന്താ പറ്റിയേ? ശിവാനി അവിടേക്ക് വന്നില്ലേ?
മോനെ നീ എന്തൊക്കെയാ ഈ പറയുന്നത്? മുത്തശ്ശി അത് ശിവാനി ശിവാനി തൃശൂൽ എന്തു പറ്റിയടാ? എന്തിനാ നീ കരയുന്നത്? അവൻ കട്ട് ചെയ്തു. നീ ഒന്നുകൂടെ വിളിച്ചു നോക്ക്. ചേച്ചി, അവൻ കരയായിരുന്നു. ഞാൻ നന്ദീഷിനെ വിളിക്കാം, ഒന്ന് സംസാരിക്കാം. സംസാരിക്കും മോളെ. നന്ദീഷ, എന്ത് പറ്റി? തൃശ്ശൂർ എന്തിനാ കരയുന്നത്? കൊച്ചമ്മേ, ശിവനെ കാണാതായി കൊച്ചമ്മേ. നീ എന്തൊക്കെയാ ഈ പറയുന്നത്? ശിവാനി എവിടെ പോവാനാ? നിങ്ങൾ ശരിക്കും നോക്കിയോ? ദമയന്തി, എന്താ ഉണ്ടായത്? അമ്മേ, അവര് പോയ ജീപ്പിനെതിരെ എന്തോ വന്നതുപോലെ തോന്നിയെന്ന്. അതെന്താണെന്ന് അവർ നോക്കുമ്പോഴേക്കും ജീപ്പിൽ നിന്ന് ശിവാനിയെ കാണാതായിന്ന്. ശിവാനി ശിവാനി നീ ഇത് എവിടെ പോയതാ? തൃശ്ശൂർ അവർ എന്റെ ശരീരം മോഷ്ടിച്ചു കൊണ്ടുവരികയാണ്. നീ അവിടെ എത്തിയാൽ മാത്രമേ എന്നെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. തൃശ്ശൂർ, ഒന്ന് പെട്ടെന്ന് വാ തൃശ്ശൂർ. അവരെന്റെ ശരീരം ചുട്ട് കരിക്കാൻ പോവുകയാണ്. അങ്ങനെ നടന്നാൽ എനിക്കും നിനക്ക് ഒരിക്കലും ഒന്നാകാൻ സാധിക്കില്ല. തൃശ്ശൂർ, വേഗം വാ. ശിവാനി ദമയന്തി, ഒന്നും സംഭവിക്കില്ല. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ദൈവം നമ്മളെ കാക്കും. ഗോവിന്ദ, നീ പോയി എന്താ പറ്റിയെന്ന് അന്വേഷിച്ചിട്ടോ? ശരി, ഇങ്ങതാ. ഗുരുക്കളെ, ഇവളുടെ സംസ്കാരം നടത്താനായിട്ട് മരങ്ങളും മണ്ണെണ്ണയും എല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഇതാ കണ്ടില്ല, എല്ലാം റെഡിയാണ്. ഇനിയും വൈകാതെ അതങ്ങ് നടത്തിയാലോ? ജ്വാലമാലിനിയേ നമഃ. ഓം ജ്വാലമാലിനിയേ നമഃ. ഓം ജ്വാലമാലിനിയേ നമഃ. ഗുരുക്കളെ, ഞാൻ ചോദിച്ചതിന് അങ്ങ് ഉത്തരം നൽകിയില്ല. നിന്റെ കൺമുന്നിൽ നീ കാണുന്നത് എന്താണോ അതുതന്നെയാണ് നിനക്കുള്ള ഉത്തരം. എളുപ്പത്തിൽ ദഹിപ്പിക്കാൻ ഇവളൊരു സാധാരണ സ്ത്രീയല്ല, ഇച്ഛാധാരി നാഗറാണിയാണ്. ശരീരഭാഗം ഭസ്മമാകാതെ അവശേഷിച്ചാൽ അതുപയോഗിച്ച് വീണ്ടും ജീവൻ വീണ്ടെടുക്കാൻ ശക്തിയുള്ളവളാണിവൾ. അതുമാത്രമല്ല, ഇവളുടെ വയറ്റിൽ നാഗമാണിക്യമുണ്ട്. ദഹിപ്പിച്ചു കഴിഞ്ഞാൽ നാഗമാണിക്യത്തിന് അപായമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വിധിവിധാനങ്ങളുടെ ചട്ടക്കൂടിനകത്ത് നിന്ന് ഈ സംസ്കാരം നടത്താനാകൂ. മറിച്ച് സംഭവിച്ചാൽ അപായമുണ്ടാകുന്നതാണ്. അന്തിമക്ഷണം അടുത്തു. അന്തിമഘട്ടത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നു. നാഗറാണിയുടെ അന്ത്യസംസ്കാരം ആരംഭിക്കുകയാണ്. മഹാദേവ, ഞാൻ ഇനി എന്താ ചെയ്യുക? എന്റെ ശരീരം ചുട്ടുകരിച്ചാൽ പിന്നെ ആത്മാവിന് ശരീരത്തിലേക്ക് ചേരാൻ കഴിയില്ല.